ഓരോ വിദ്യാർത്ഥികളും ഇപ്പോ പയ്യോളി ഹൈസ്കൂളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിന്റെ അതിലെ പോകണം. ഈ CKG-യിലായാലും പഞ്ചായത്തിന്റെ അതിലെ അല്ലെ നന്ദി വഴി ഞങ്ങൾ പോകണം. അപ്പോ ഇതിലെ പോകാനുള്ള ഒരു വഴി ഞങ്ങൾക്കില്ല. ഇനിയിപ്പോ പഞ്ചായത്ത് ഓഫീസ് നേരെ അപ്പുറത്ത് കാണുന്നതാണ്. ആടത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പഞ്ചായത്ത് വഴി പോകണം. ഇവിടുന്ന് 1 കിലോമീറ്റർ ഉണ്ട് പഞ്ചായത്തിലേക്ക്. അവിടുന്ന് പഞ്ചായത്തിലേക്ക് പോയിട്ട് തിരിച്ചു വരണമെങ്കിൽ നന്ദി വഴി ഞങ്ങൾ തിരിച്ചു വരേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് തിക്കോടിയിലേക്ക് വന്നിട്ട് അവിടെ റെയിൽവേ ഗേറ്റ് അടവാണെങ്കിൽ അവിടുന്ന് തുറന്നു വിടാൻ തന്നെ കുറെ ടൈം എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തുന്നപ്പോഴത്തേക്ക് ആ ആള് മരിച്ചെന്നൊക്കെ വരാം. അപ്പോ അങ്ങനെയുള്ള സാഹചര്യത്തില് ഈ അടിപ്പാത വന്നേ പറ്റുള്ളൂ. ഞങ്ങക്ക് അടിപ്പാത നിർബന്ധമാണ്. ഞങ്ങൾക്ക് ഓരോ വിദ്യാർത്ഥികൾക്കും ഇനിയിപ്പോ ഞാനിപ്പോ കോടിക്കലുള്ള ആളാണ്. കോടിക്കൽ കഴിഞ്ഞ് കുന്നമ്പലത്തായ അങ്ങോട്ട് വരെയുള്ള കുട്ടികൾ വരെ ഉണ്ട്. ഇവിടുന്ന് തിക്കോടിയിൽ നിന്ന് 2 കിലോമീറ്റർ വരെ ഉണ്ട് കുന്നമ്പലത്തായ അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഞങ്ങൾ നടക്കുക എന്നുള്ളത് കഴിയുന്ന അത്രയുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ അടിപ്പാത കിട്ടിയേ തീരുള്ളൂ. 12ാം വാർഡിലാണ്. ഇവിടെ പല ആൾക്കാരും CKG പയ്യോളി അങ്ങനെ അവിടെ പഠിക്കുന്ന കുട്ടികളാണ്. അവർക്ക് പോയി വരാന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം CKG-യിലിപ്പം ഓട്ടോ തന്നെ പോയി 160 റുപ്യ വേണം. അതെല്ലാവർക്കും നടക്കുന്ന കാര്യമല്ല. എന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ CKG പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഞങ്ങൾക്ക് മെഞ്ഞാന്ന് എക്സാം വരും. അപ്പൊ ഞാൾ ഇവിടെ വന്ന് നോക്കുന്നേരം ഒറ്റൊരു ഓട്ടോറിക്ഷക്കാരും ഇവിടെ ഇല്ല. ഇവിടെ നിന്നാണ് അപ്പുറം ഞങ്ങൾക്ക് കടക്കാനും ഒരു സ്പേസ് ഇല്ല. അങ്ങനെ എങ്ങനെയോ ഞങ്ങൾ അപ്പുറം എത്തിയിട്ട് ഒരു ഓട്ടോറിക്ഷക്കാരും ഇല്ല. അങ്ങനെ പയ്യോളിയുള്ള ഒരു ഓട്ടോറിക്ഷയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. എന്നിട്ട് 9:30 എക്സാമിന് ഞങ്ങൾ 10 മണിക്ക് അവിടെ എത്തിയത്. അതുപോലെ എൻ്റെ അനിയത്തി പാവങ്ങാട് പഠിക്കുന്നത്. ഇവിടെ രാവിലെ ബസ് കിട്ടാത്തത് കാരണം ഓള് ഒരു ദിവസം സ്കൂളിൽ പോകാൻ തന്നെ നിന്നിക്ക്. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. എന്തായാലും അടിപ്പാത ഉള്ളത് നിർബന്ധമായ കാര്യമാണ്. ഈ റോഡിന്റെ അപ്പുറത്ത് തന്നെയാണ് പഞ്ചായത്ത് ഓഫീസ് വരുന്നത്. അവിടത്തേക്ക് പോവാന് ഇവിടുന്ന് പഞ്ചായത്ത് പോയിട്ട് അപ്പുറത്ത് കിടക്കണം. അവിടെ തിരിച്ചു വരാന് നന്ദി പോയിട്ട് തിരിച്ചു വരണം.